ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു റേസ് എഡ്യൂക്കേഷൻ. സയൻസസ് ആണ്. നമ്മുടെ ഓണം എക്സാമിന് ബേസിക് സയൻസിൽ കെമിസ്ട്രിയിൽ നിന്നും ആദ്യത്തെ 2 ചാപ്റ്ററാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ചാപ്റ്റർ നിങ്ങൾ ഓൾമോസ്റ്റ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതാ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതിൽ തന്നെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് 2 മാർക്കിലും 3 മാർക്കിനും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. സോ ഇതാ പഠിച്ചോ നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ റിയാക്ഷൻ ഓഫ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വിത്ത് മെഗ്നീഷ്യം ഇസ് ആൻ എക്സാമ്പിൾ ഫോർ. അപ്പോൾ മെഗ്നീഷ്യത്തിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ടെസ്റ്റ് ട്യൂബ് ടച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാകും. ടെസ്റ്റ് ട്യൂബ് ചൂടായിട്ടുണ്ടാകും, ഹോട്ട്നെസ് ഫീൽ ചെയ്യും. അതിനുള്ള കാരണം എന്താണ്? റിയാക്ഷന്റെ റിസൾട്ട് ആയിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സോതെർമിക് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. റിയാക്ഷനിലേക്ക് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ അത് എൻഡോതെർമിക്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഗ്രൂപ്പ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഡോബറീനിയസ് ട്രയാഡ്? ഡോബറീനിയസ് ട്രയാഡ് എന്താണ് എന്നൊക്കെ മിസ് ഷോർട്സിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഷോർട്ട് വീഡിയോസ് നിങ്ങൾ കാണണം. അപ്പോൾ ഏതാണ് ഡോബറീനിയസ് ട്രയാഡിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്? യെസ്, നമുക്കറിയാം അതാരാണ്? ഹീലിയം, നിയോൺ, ആർഗൺ ആണ്. ബാക്കി 3 പെയേഴ്സും, അതായത് ഈ 3 ഓപ്ഷൻസ് ഡോബറീനിയസ് ട്രയാഡ്സ് ആണ്. ഓക്കെ, അടുത്തത്, ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഓക്സിജൻ ഇസ് ആൻ എലമെന്റ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഇസ് എ കോമ്പൗണ്ട്. വൈ? എന്തുകൊണ്ടാണ് ഓക്സിജൻ ഒരു എലമെന്റ് ആയതും കാർബൺ ഡയോക്സൈഡ് എന്തുകൊണ്ടാണ് ഒരു കോമ്പൗണ്ട് ആയതും? നമുക്കറിയാം ഓക്സിജനിൽ സെയിം കൈൻഡ് ഓഫ് ആറ്റംസ് ആണ്. ഓക്സിജൻ ആറ്റംസ് മാത്രമാണ്. സെയിം കൈൻഡ് ഓഫ് ആറ്റംസ് കൊണ്ട് ബിൽഡ് ചെയ്താണെങ്കിൽ നമുക്ക് പറയാം അതൊരു എലമെന്റ് ആണെന്ന് പറയാൻ പറ്റും. സോ ഓക്സിജൻ ഒരു എലമെന്റ് ആണ്. കാർബൺ ഡയോക്സൈഡ് നോക്കുന്ന സമയത്ത് അതിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആറ്റംസ് ആണ് ഉണ്ടാകുന്നത്. കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആറ്റംസ് ഒരു ഫിക്സഡ് റേഷ്യോയിൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കോമ്പൗണ്ട്സ് ആണ്. എലമെന്റിന്റെയും കോമ്പൗണ്ട്സിന്റെയും ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ ഈ സെയിം പോയിന്റ്സ് തന്നെയാണ് എഴുതേണ്ടത്. ഓക്കെ, യെസ്. അപ്പൊ 2 ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദി മോണോ ആറ്റോമിക് എലമെന്റ് ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്നതിൽ മോണോ ആറ്റോമിക് ഏതാണ്? ഹൈഡ്രജൻ നമുക്കറിയാം H2 ആണ്, ഡയാറ്റോമിക് ആണ്. ഹീലിയം ആണ് ഇതിൽ മോണോ ആറ്റോമിക് ആയിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്സിജനോ? ഓക്സിജൻ O2 ഡയാറ്റോമിക് ആണ്. ക്ലോറിൻ Cl2 ഡയാറ്റോമിക് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, ദ ഡീകമ്പോസിഷൻ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ എൻഡോതെർമിക് റിയാക്ഷൻ. അപ്പോൾ എൻഡോതെർമിക് റിയാക്ഷന്റെ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ആണിത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. യെസ്, പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ ഡീകമ്പോസിഷൻ ആണ്. അടുത്തത്, നെയിം ദ ഗ്യാസ് റിലീസ് ഡ്യൂറിംഗ് ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ റിസൾട്ട് ആയിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് നമ്മൾ ഹീറ്റ് പ്രൊവൈഡ് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ഗ്യാസ് ആണ്? O2 ഗ്യാസ് ആണ്. ഇതെങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്തത്? യെസ്, ഒരു ഇൻസെൻസ് സ്റ്റിക്ക് കൊണ്ടുവരുന്ന സമയത്ത് ബ്രൈറ്റ് ആയിട്ട് ബേൺ ചെയ്യുന്നുണ്ട്. സോ അതെന്താണ്? ഓക്സിജൻ ഗ്യാസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിഫൈ ദ ഫോളോയിങ് ചേഞ്ചസ് ഇൻ ടു കെമിക്കൽ ചേഞ്ച് ആൻഡ് ഫിസിക്കൽ ചേഞ്ച്. ഓക്കെ, റസ്റ്റിംഗ് ഓഫ് അയേൺ. അയേൺ റസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പുതിയ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതാണ്. സോ അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. വാക്സ് മെൽറ്റ് ചെയ്യുന്നത് അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് മാത്രമേ മാറുന്നുള്ളൂ. സോ ഫിസിക്കൽ ചേഞ്ച് ആണ്. കാൻഡിൽ ബേൺ ചെയ്യുന്നത് നമുക്കറിയാം ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. ഗ്രാനൈറ്റ് ക്രഷ് ചെയ്യുന്നത് നമ്മൾ പൗഡർ ആക്കി മാറ്റുന്നു എന്നേ ഉള്ളൂ, സ്മോൾ പീസ് ആക്കി മാറ്റുന്നു എന്നേ ഉള്ളൂ, പുതിയ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നില്ല. അതെന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്. അതുപോലെ തന്നെയാണ് വുഡും, ചെറിയ പീസസ് ആക്കി മാറ്റുന്നു എന്നേ ഉള്ളൂ, പുതിയ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നില്ല, കെമിക്കൽ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ല. സോ അതെന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ ടേബിൾ. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് വരും. എലമെന്റ്സും അതിന്റെ സിമ്പിൾസും ബേസിസ് ഓഫ് നെയിമിംഗ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ജർമേനിയം GE എന്നാണ് സിമ്പിൾ വരുന്നത്. എന്തിന്റെ ബേസിസിലാണ് നെയിം കൊടുത്തിരിക്കുന്നത്? യെസ്, ഒരു കൺട്രിയുടെ ബേസിസിലാണ്. ജർമ്മനി എന്ന കൺട്രിയുടെ ബേസിസിലാണ്. അടുത്തത് കോപ്പർ ആണ് അല്ലെ. Cu എന്ന സിമ്പിൾ വരുന്ന ആർക്കാണ്? കോപ്പർ ആണ്. ബിക്കോസ് കോപ്പറിനാണ് Cu എന്ന സിമ്പിൾ വരുന്നത്. ബിക്കോസ് Cu എന്നുള്ളത് കുപ്രം എന്ന കോപ്പറിന്റെ ലാറ്റിൻ നെയിമിൽ നിന്നാണ് Cu എന്ന സിമ്പിൾ വന്നിരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ബേസിസ് ഫോർ നെയിമിംഗ് ദി എലമെന്റ്സ് ഗിവൺ ബിലോ? മെന്റലീവിയം നമുക്കറിയാം. മെന്റലീവിയം എന്ന് പറയുന്നത് മെന്റലീവ് എന്ന സയന്റിസ്റ്റിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നെയിം വന്നിരിക്കുന്നത്. അടുത്ത റുബീഡിയം എന്ന് പറയുന്ന സമയത്ത് റൂബി എന്ന കളറാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മെഡിസിൻസ് ആർ യൂഷ്വലി കെപ്റ്റ് ഇൻ ബ്രൗൺ കളേർഡ് ബോട്ടിൽസ്. ക്യാൻ യു എക്സ്പ്ലെയിൻ ദ റീസൺ? എന്തുകൊണ്ടാണ് മെഡിസിൻസ് ബ്രൗൺ കളേർഡ് ബോട്ടിൽസ് സൂക്ഷിക്കുന്നത്? നമുക്കറിയാം മെഡിസിൻസിൽ ലൈറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാകും. ഈ കെമിക്കൽസ് സൺലൈറ്റിന്റെ എക്സ്പോഷറിലാണെങ്കിൽ ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇവർ ഡീകമ്പോസ് ചെയ്യും, അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സം മെഡിസിൻസ് ആർ കെപ്റ്റ് ഇൻ ഡാർക്ക് brown or amber bottles to protect them from sunlight. These medicines contain chemicals that can break down, decompose or undergo unwanted chemical reaction when exposed to
ലൈറ്റ്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ആൻസർ ചെയ്തല്ലോ. 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കും. ഹു ഡിസ്കവേർഡ് ദാറ്റ് വാട്ടർ കുഡ് ബി സ്പ്ലിറ്റ് ഇൻ ടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ബൈ പാസിംഗ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്? അപ്പൊ ആരാണ് വാട്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കിയത് ആരാണ്? യെസ്, മറ്റാരുമല്ല, സർ ഹംഫ്രി ഡേവി ആണ്. സർ ഹംഫ്രി ഡേവി ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന്, ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടില്ല, നിങ്ങൾ പെട്ടെന്ന് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഓൾസോ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. What is electrolysis? എന്തായിരുന്നു electrolysis? The process of dissociation of substance by absorbing electrical energy. Electrical energy absorb ചെയ്ത് സബ്സ്റ്റൻസ് ഡിസോസിയേറ്റ് ചെയ്യുന്നതിനാണ് ഇലക്ട്രോലിസിസ്. ഇലക്ട്രോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയും ലിസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു എന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. അടുത്ത ക്വസ്റ്റ്യൻ, യെസ്. An ammonia molecule contains 1 nitrogen atom and 3 hydrogen atom. ഒരു അമോണിയ മോളിക്യൂളിൽ ഒരു നൈട്രജൻ ആറ്റം. എത്ര നൈട്രജൻ ആറ്റം? ഒരു നൈട്രജൻ ആറ്റം ഉണ്ട്. ഓക്കെ, ആൻഡ് 3 ഹൈഡ്രജൻ ആറ്റം. മോളിക്യൂളിലാണ്, അപ്പോൾ 3 ഹൈഡ്രജൻ ആറ്റം ഉണ്ട് എന്നുള്ളത് ഇങ്ങനെയല്ലേ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നല്ലേ നമ്പർ ഓഫ് ആറ്റംസ്. അപ്പോൾ നമ്മൾ ഒരു മോളിക്യൂൾ ഓഫ് NH3 എഴുതി. ഹൗ വുഡ് യു റെപ്രസെന്റ് 5 മോളിക്യൂൾ ഓഫ് NH3? 5 മോളിക്യൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതാം 5 NH3. അതായത് റൈറ്റ് സൈഡിൽ താഴെയായിട്ട് എഴുതുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ആണ്, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോർമലി എഴുതുന്നത് എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. Mg plus O2 gives MgO. What are the reactants and products here? Reactants എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം ഒരു കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അത് ആരൊക്കെയാ? മെഗ്നീഷ്യവും ഉണ്ട്, അതേപോലെ തന്നെ ഓക്സിജനും ഉണ്ട്. മെഗ്നീഷ്യവും ഓക്സിജനും. അതേസമയം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്ഷന്റെ റിസൾട്ട് ആയിട്ട് ഫോം ചെയ്യുന്നതാണ്. ഇവിടെ എന്താ ഫോം ചെയ്തിരിക്കുന്നത്? MgO ആണ്, അഥവാ മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. എന്താണ്? മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. മെഗ്നീഷ്യം ഓക്സൈഡ്. ഓക്കെ, റെഡി? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ. ഒരു മാച്ച് ദ ഫോളോയിങ് തന്നിട്ടുണ്ട്. ക്രോമിയം ഫ്രം ദി ലാറ്റിൻ നെയിം CR. അത് കറക്റ്റ് ആണോ? അല്ല. ക്രോമിയത്തിന്റെ നെയിം ലാറ്റിൻ നെയിമിൽ നിന്നല്ല നെയിം വന്നിരിക്കുന്നത്. സിമ്പിൾ കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു B കോളം ആയിരിക്കും മാച്ച് ചെയ്യേണ്ടത്. യെസ്, ക്രോമിയം ഫ്രം ദി ഗ്രീക്ക് വേർഡ് വിച്ച് മീൻസ് കളർ. യെസ്, അത് കറക്റ്റ് ആണല്ലേ. ക്രോമിയത്തിന്റെ നെയിം വന്നിരിക്കുന്നത് ക്രോം എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. അടുത്തത് കോപ്പർനീഷ്യം. കോപ്പർനീഷ്യം എന്ന് പറയുന്നത് ഒരു സയന്റിസ്റ്റിനാണ്. ഫ്രം ദ നെയിം ഓഫ് സയന്റിസ്റ്റ്. CN തന്നെയാണ് സിമ്പിൾ വരുന്നത്. ഓക്കെ, കോപ്പറിന്റെ നമുക്കറിയാം കോപ്പറിന്റെ നെയിം എങ്ങനെയാ വന്നിരിക്കുന്നത്? യെസ്, കോപ്പറിന്റെ ലാറ്റിൻ നെയിം ആണ്. കുപ്രം എന്ന് പറയുന്ന ലാറ്റിൻ നെയിം ആണ്. അപ്പൊ നമ്മൾ B കോളം മാത്രമേ മാച്ച് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. യെസ്, അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദി അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് അപ്ലിക്കബിൾ ടു സോളിഡ് സബ്സ്റ്റൻസ്. ഓക്കെ, സോളിഡ് സബ്സ്റ്റൻസിന് അപ്ലിക്കബിൾ ആയിട്ടുള്ള സെന്റൻസ് ഏതാണ്? എനർജി ഓഫ് കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ് ഇസ് വെരി ഹൈ. ഓക്കെ, കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസിന്റെ എനർജി വെരി ഹൈ ആണ്. ഹൈ ആണോ? ഇല്ല, ക്ലോസ്ലി പാക്ക് ചെയ്തുകൊണ്ട് എനർജി കുറവാണ്. കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ് ഹാവ് ലിറ്റിൽ ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. ഓക്കെ, കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസിന് വളരെ ചെറിയ ഫ്രീഡം ഓഫ് മൂവ്മെന്റേ ഉള്ളൂ അല്ലെ. സോളിഡ്സിൽ ക്ലോസ്ലി പാക്ക് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യാൻ പറ്റുക. അപ്പൊ ഇതെന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. തേർഡ് ഓപ്ഷൻ കൂടെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ് ഇസ് വെരി ഹൈ. കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണോ? അല്ല, ക്ലോസ്ലി ആണ് പാക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്, അങ്ങനെയാണെങ്കിൽ ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. ഫോട്ടോസിന്തസിസ് ഇസ് എ പ്രോസസ് എസെൻഷ്യൽ ഫോർ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്. റൈറ്റ് ദി എനർജി ചേഞ്ച് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ഫോട്ടോസിന്തസിസ്. അപ്പൊ നിങ്ങൾ ഇത് കമന്റ് ചെയ്യല്ലോ. ഫോട്ടോസിന്തസിസിൽ ഏത് എനർജിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. ഹു ഇൻവെന്റഡ് ദി മോഡേൺ പീരിയോഡിക് ടേബിൾ? ആരാണ് മോഡേൺ പീരിയോഡിക് ടേബിൾ ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അത് മറ്റാരുമല്ല, ഹെൻറി മോസ്ലി എന്ന സയന്റിസ്റ്റ് ആണ്. ആരാണ്? ഹെൻറി മോസ്ലി ആണ് മോഡേൺ പീരിയോഡിക് ടേബിൾ യെസ് ഇൻവെന്റ് ചെയ്തത്. എന്തിന്റെ ബേസിസിലാണ്? ആറ്റോമിക് നമ്പറിന്റെ ബേസിസിലാണ്. ഓക്കെ, അപ്പോൾ മിസ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതും.